ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. IPL 18ാം സീസണിൽ ശരിക്കും വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പുതിയ ക്യാപ്റ്റൻ രജത് പടിത്താറിന് കീഴിൽ ശരിക്കും ഒരു ഡ്രീം റൺ തന്നെയാണ് RCB ഇത്തവണ IPL നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 9 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 6 വിജയവും ഏതാണ്ട് പ്ലേ ഓഫിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണ് RCB. തുടർച്ചയായിട്ടുള്ള 2ാം സീസണിലാണ് RCB IPL പ്ലേ ഓഫ് റൗണ്ടിലേക്ക് എത്താൻ പോകുന്നതെന്ന് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഹോം മാച്ചിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 11 റൺസിൻ്റെ ഒരു തകർപ്പൻ ജയം നേടിയതോടുകൂടിയാണ് RCB അങ്ങനെ പോയിന്റ് ടേബിളിൽ തങ്ങളുടെ 6ാം ജയത്തോടു കൂടി 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സ്ഥിതിയിൽ തന്നെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ആദ്യ IPL കിരീടമാണ് ഇത്തവണ RCBയുടെ ലക്ഷ്യം. വളരെ മികച്ച സന്തുലിതമായിട്ടുള്ള ടീം തന്നെയാണ് RCBയുടെ കരുത്തും. ബാറ്റിങ്ങിൽ വിരാട് കോഹ്ലിയും ഫിൽ സോൾട്ടും രജത് പടിത്താറും മികച്ച ഫോമിലുള്ള ദേവദത്ത് പടിക്കലും ലിയാം ലിവിങ്സ്റ്റണും ഒക്കെ അടങ്ങുന്ന മികച്ച ബാറ്റിംഗ് ലൈനപ്പിനോടൊപ്പം കഴിഞ്ഞ കുറേ സീസണുകളിൽ RCBയുടെ പ്രധാനപ്പെട്ട പോരായ്മയായിരുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇത്തവണ വലിയ രീതിയിൽ തന്നെ ഉടച്ചു വാർത്തുകൊണ്ട് ഒരു കരുത്തുറ്റ ബോളിംഗ് ലൈനപ്പും RCB ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ജോഷ് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും കൃണാൽ പാണ്ഡ്യയും കിടക്കുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മികച്ച രീതിയിൽ പന്തെറിയുമ്പോൾ RCBക്ക് പ്ലേ ഓഫ് റൗണ്ടിലേക്ക് അടുക്കുമ്പോൾ മത്സരങ്ങൾ അനായാസം തന്നെ വിജയിക്കാൻ സാധിച്ചേക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ റോയൽസിനെതിരെ സീസണിലെ ആദ്യ ഹോം മത്സരമാണ് RCB വിജയിച്ചു കയറിയത്. ഇതിനു മുമ്പ് കളിച്ച 3 ഹോം മത്സരങ്ങളും പരാജയപ്പെട്ട RCB ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വിജയിച്ചു കയറുന്നത്. രാജസ്ഥാൻ റോയൽസിനെതിരെ തോൽവിയിലേക്ക് പോയ മത്സരമാണ് അവസാന നിമിഷം 11 റൺസിന് പിടിച്ചെടുത്തുകൊണ്ട് RCB തങ്ങളുടെ ഈ സീസണിലെ ആദ്യ ഹോം വിജയം നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ത്രില്ലിംഗ് മത്സരത്തിലെ വിജയത്തിന് ശേഷം വിരാട് കോഹ്ലിയുടെ വാക്കുകളും വളരെ ശ്രദ്ധേയം തന്നെയായിരുന്നു. താരത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. മത്സരം വിജയിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ ഞങ്ങൾ മികച്ച സ്കോർ നേടാൻ നന്നായി ശ്രമിച്ചിരുന്നു. 2ാം പകുതിയിൽ മഞ്ഞുവീഴ്ച ഗുണം ചെയ്തു. രാജസ്ഥാൻ റോയൽസ് നന്നായി കളിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഈ വിലപ്പെട്ട 2 പോയിന്റുകൾ നേടേണ്ടത് നിർണായകം തന്നെയായിരുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ടോസ് വിജയിക്കുകയായിരുന്നു. അത് മത്സരത്തിൽ ചെറിയ മുൻതൂക്കം നൽകും. ചിന്നസ്വാമിയിൽ മുമ്പ് നടന്ന മത്സരങ്ങളിൽ ഒരു മികച്ച സ്കോറിനായി RCB പൊരുതിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ 11 റൺസിലായിരുന്നു RCB രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ RCBക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു വിരാട് കോഹ്ലി നടത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത RCBക്ക് വേണ്ടി 42 പന്തിൽ 70 റൺസ് എടുത്താണ് താരം മടങ്ങിയത്. ഈ സീസണിൽ RCBയുടെ ഏറ്റവും ഹയസ്റ്റ് സ്കോറും രാജസ്ഥാൻ റോയൽസിന് എതിരെയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത RCB 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് എടുത്തത്. രാജസ്ഥാൻ റോയൽസിനെതിരെയും IPL ചരിത്രത്തിലെ RCBയുടെ ഏറ്റവും ഹയസ്റ്റ് സ്കോറും ഇത് തന്നെയാണ്. RCBയുടെ 205 റൺസ് ലക്ഷ്യം. RCBയുടെ 205 റൺസിനെതിരെ ബാറ്റിംഗ് തുടർന്ന രാജസ്ഥാൻ റോയൽസിന് മികച്ച തുടക്കം തന്നെയായിരുന്നു ഓപ്പണർമാരായിട്ടുള്ള യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും നടത്തിയത്. പതിവ് പോലെ തന്നെ ഫിനിഷിങ്ങിലെ പോരായ്മകൾ RRന് തിരിച്ചടിയായപ്പോൾ വീണ്ടും ഒരു പരാജയം വരുന്നു രാജസ്ഥാൻ റോയൽസിനെ കാത്തിരുന്നത്. മത്സരത്തിൽ 194 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് പുറത്തായത്. 11 റൺസിൻ്റെ വിജയമായിരുന്നു RCB നേടിയെടുത്തത്. സോ ആ ഒരു വിജയത്തോടു കൂടി RRനെ പരാജയപ്പെടുത്തിയതോടു കൂടി RCB ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച ഘട്ടത്തിലാണ്. നിലവിൽ 9 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 12 പോയിന്റുമായി പോയിന്റ് ടേബിളിൻ്റെ 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് രജത് പടിത്താറിൻ്റെ സംഘം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.